ഹായ് ഹലോ ഗൈസ്, ഐ ഹോപ്പ് യു വെൽ ഓൾ. ഇന്ന് എൻ്റെ ബ്രാൻഡിൽ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ബ്രാൻഡിൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകണം. കോഴിക്കോട് പോകണതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോണത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കോഴിക്കോട് തനിച്ചൊക്കെ പോകാൻ പോണത്. ഇത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ എവിടേക്കും പോകാത്തൊരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ ഛർദ്ദിക്കണ ഒരു വ്യക്തിയാണ്. അത് കാരണം ബസ് ട്രാവലിങ് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഒട്ടും എനിക്കിഷ്ടമല്ല. എനിക്ക് എവിടെയെങ്കിലും ഇങ്ങനെ വീട്ടിലൊക്കെ ഒതുങ്ങിക്കൂടി അങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം. പിന്നെ ഇത് ജോലി നമ്മുടെ വർക്കിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട് മാത്രം പോകേണ്ട ഒരു നിർബന്ധം കൊണ്ടാണ് ഞാൻ പോണത്. എന്താ ചെയ്യാല്ലേ, പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഗ്രൂമിങ്ങൊക്കെ ചെയ്തു കേട്ടോ. കാരണം ഗ്രൂമിങ് നമുക്ക് മസ്റ്റാണ് കേട്ടോ, മസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഷോപ്പിലാണെങ്കിലും ഞാൻ മേക്കപ്പ് ചെയ്യണം കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കും, എന്താണ് ഇത്രയ്ക്ക് മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടോയെന്ന്. പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ നമ്മുടെ വർക്കിൻ്റെ ഭാഗമാണെന്നുള്ളത്. കാരണം നമുക്ക് ഗ്രൂമിങ് എന്ന് പറയുന്നത് മസ്റ്റാണ്. അത് നമ്മുടെ അറ്റൻഡൻസും കാര്യങ്ങളും എല്ലാത്തിലും അത് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഗ്രൂമിങ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും മേക്കപ്പ് ചെയ്യണം. അല്ലാതെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം കുറേ പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്, എന്തിനാ എത്ര മേക്കപ്പൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഞാൻ ഓട്ടോയിൽ കയറി. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി മലപ്പുറം മഞ്ചേരിയിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ നിന്ന് മഞ്ചേരി സെൻട്രലിലേക്ക് പോകണം. സെൻട്രലിൽ പോയിട്ട് വേണം എനിക്ക് ബസ് കയറാൻ. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബസ് സ്റ്റാൻഡിൽ കോഴിക്കോട്ടേക്കുള്ള ബസ് വരില്ല. അപ്പോൾ എൻ്റെ ഓട്ടോറിക്ഷ ഡ്രൈവർ പോയി ചോദിക്കുകയായിരുന്നു ഇവിടെ ബസ് ഉണ്ടോയെന്ന്. ആൾ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഓട്ടോ എടുത്ത് വേറൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട്, ആ ബസ് സ്റ്റാൻഡിൻ്റെ പേരെന്തോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യത്തിൽ. അങ്ങനെ അവിടെ നിന്ന് ആ സ്റ്റാൻഡ് എത്തി. പുറത്താണെങ്കിൽ നല്ലൊരു മഴയൊക്കെ പെയ്ത് അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ബസ് ഫുള്ളും ചന്ദനത്തിരിയുടെ മണമാണ് കേട്ടോ. എനിക്ക് ചന്ദനത്തിരി മണം കേട്ടാൽ തന്നെ പറ്റില്ല കേട്ടോ ഗൈസ്. എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരും, തീരെ പറ്റത്തില്ല എനിക്ക്. പിന്നെ KSRTC ഒക്കെയാണ് കേട്ടോ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല ആ ഒരു കാര്യത്തിൽ. അപ്പോൾ ഞാൻ കയറിയപ്പോൾ തന്നെ ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെച്ച് ഞാൻ നല്ല തമിഴ് പാട്ടും കേട്ട് അങ്ങനെ ഞാൻ 1.5 മണിക്കൂറിൻ്റെ ട്രാവൽ കഴിഞ്ഞ് അവിടെ എത്തി, കോഴിക്കോട് എത്തി കേട്ടോ ഗൈസ്. എത്തിയപ്പോൾ തന്നെ തലക്കാകെ ഒരു മപ്പ പിടിച്ച പോലെയായിരുന്നു. ഉറങ്ങിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ എത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഞാൻ ഹോട്ടൽ മെട്രോ ആയിരുന്നു കേട്ടോ. ഹോട്ടൽ മെട്രോ എന്നായിരുന്നു അതിൻ്റെ പേര്. അവിടെയായിരുന്നു നമുക്കിന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. സോ അവിടെ ഞാൻ അവിടെ എത്തി കഴിയുമ്പോഴത്തേനും അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വൈബുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അതെനിക്കിഷ്ടമാണ്. ഞാൻ 2ാമത്തെ തവണയാണ് കേട്ടോ ഇവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ ഞാൻ വരുമ്പോഴത്തേനും ഇവിടെ എല്ലാവരും സെറ്റായിരുന്നു, എല്ലാവരും സീറ്റിലിരിക്കുകയായിരുന്നു. ഇവരെയൊക്കെ ഞാൻ ഫസ്റ്റായിട്ടാണ് കാണുന്നത്. എല്ലാവരും പുതിയ സ്റ്റാഫുകളായിരുന്നു. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടു. ഇതെൻ്റെ മാഡമായിരുന്നു കേട്ടോ, ആതിര മാം. അത് കഴിഞ്ഞ് ടീ ബ്രേക്ക് ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ച് സെറ്റാക്കി. അത് കഴിഞ്ഞ് കുറച്ച് നേരം ക്ലാസ് കണ്ടക്ട് ചെയ്തു. നമ്മുടെ പുതിയ പെർഫ്യൂമിൻ്റെ ലോഞ്ചിനെ കുറിച്ച് ഞങ്ങളുടെ മഞ്ജു മാം അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുക. അപ്പോഴത്തേനും നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയം. ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ലഞ്ചിന് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, തലശ്ശേരി ബിരിയാണി ആയിരുന്നു. ബിരിയാണിയും കഴിച്ചു, കുഴപ്പമില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പാലക്കാട് NMR ബിരിയാണിൻ്റെ അത്ര വരുള്ളൂ. എനിക്കത് ഫേവറേറ്റാണ് കേട്ടോ, നമ്മുടെ പാലക്കാട് NMR ബിരിയാണി. അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഐസ്ക്രീം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഗ്രൂമിങ് മസ്റ്റാണല്ലോ. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ സെറ്റാക്കി പിന്നെ മീറ്റിങ്ങിന് കയറിയപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. സ്ട്രോപ്പ് ക്രീം ഇട്ടിട്ട് ഓരോരുത്തരുടെ ഫീൽ എന്തായിരുന്നു എന്നുള്ളത് പറയണം. അതിന് വേണ്ടി എല്ലാവരും നെക്കിലിട്ട് ഫേസിലിട്ട് നോക്കാൻ പറ്റില്ലല്ലോ, ഓൾറെഡി ഗ്രൂമിങ്ങിലായത് കാരണം നെക്കിലിട്ട് നോക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മേക്കപ്പ് ആർട്ടിസ്റ്റിനും 2 മോഡൽസിന് വെച്ചിട്ട് നമ്മൾക്കൊരു ഡിഫറൻസ് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മളത് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ പിരിയാനുള്ള സമയമായി. 5 o'clock വരെ ആയിരുന്നു നമുക്ക് മീറ്റിംഗ്. അങ്ങനെ ചായയും പഴംപൊരിയൊക്കെ കുടിച്ച് നമ്മൾ പിരിയാണ്. ഓക്കെ ബൈ എന്നൊക്കെ ടാറ്റ എന്നൊക്കെ പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ തന്നോള് പോയി. പേര് പോലും നേരെ അറിയില്ല കേട്ടോ, അത്രയും കമ്പനി ആയിട്ടോ എല്ലാവരും. അത് കഴിഞ്ഞ് പിന്നെ നേരെ കോഴിക്കോട് KSRTC വന്ന് പാലക്കാടല്ല മഞ്ചേരിക്കുള്ള ബസ് കയറി ഇങ്ങനെ ഹോസ്റ്റലെത്തി ഫുഡ് കഴിച്ച് നല്ല ടയേർഡായതുകൊണ്ട് നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കണം. ടാറ്റ ബൈ താങ്ക് യു.